ബാംഗ്ലൂർ ഹൈദരാബാദ് ദേശീയപാതയിൽ ബസ്സിന് തീപിടിച്ച് 20 പേർക്ക് ദാരുണാന്ത്യം. കർണൂൽ ജില്ലയിലെ ചിന്നതെഗരു ഗ്രാമത്തിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. 21 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. ഹൈദരാബാദ് ദേശീയപാതയിൽ ഇന്നു പുലർച്ചെ 3 മണിയോടെയാണ് ബസ്സിന് തീപിടിച്ചത്. കുർണൂർ ജില്ലയിലെ ചിന്നതെഗരു ഗ്രാമത്തിന് സമീപമായിരുന്നു സംഭവം. ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കാവേരി ട്രാവൽസിന്റെ ബസ്സിനാണ് തീപിടിച്ചത്. ബൈക്ക് ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറിയതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. 41 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 20 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി DNA പരിശോധന നടത്തും. 21 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിന്റെ ജനൽ ചില്ല് തകർത്താണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്. അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തുമ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. Many people, many bodies have been charred and burnt inside the bus. And Health Ministry has ordered here to conduct postmortem and require DNA test here itself. As you can see here, there is a camp and there are forensic experts and doctors who are conducting the DNA test for the people who are charred here. And that all this process has been done in a very fast manner and the bodies will be identified and they will be soon given to the relatives. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആന്ധ്ര മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ജനം, ഡൽഹി.